ഏതൊരു പാപത്തിനും രണ്ട് മാനങ്ങളുണ്ട് എന്നുള്ള ഒന്നാമത്തെ ഒരു ചിന്ത ഇവിടെ നമ്മൾ കാണേണ്ടത്. ഏതൊരു പാപവും ഒരേ സമയം സ്വർഗത്തിനെതിരെയും സഹോദരങ്ങൾക്കെതിരെയുമാണ്. അവിടെ ആഖാൻ എന്ന ഒരു വ്യക്തി സ്വകാര്യമായി ചെയ്ത ഒരു പാപം, ആ പാപത്തിന്റെ ഭവിഷ്യത്ത് പക്ഷേ ജനതയ്ക്ക് മുഴുവനും ഉണ്ടായി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരന്റെ പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുള്ള ഈശോയുടെ നിഷ്കർഷയെ ഒരു പൊതുശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥന എടുക്കുന്ന തിരുവചന വിചിന്തന പരമ്പരയുടെ 80ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകളിൽ 4 യാചനകൾ നമ്മൾ കണ്ടു പൂർത്തിയാക്കി. 5ാമത്തെ യാചനയ്ക്ക് നമ്മളിന്ന് കടക്കുകയാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. മത്തായിയുടെ സുവിശേഷ 6ാമത്തെ അധ്യായത്തില് 12ാമത്തെ തിരുവചനത്തില് തുടർന്ന് നമ്മൾ വായിക്കുകയാണ്. 14-15 വാക്യങ്ങളില് മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. മറ്റവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുകയില്ല. അപ്പോൾ ഇത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ ഒരു യാചന ഈശോ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥന കഴിയുമ്പം വീണ്ടും അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ക്ഷമിച്ചാൽ, ക്ഷമിച്ചില്ലെങ്കിൽ, അങ്ങനെ 2 രീതിയിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇത് അടിവരയിടുകയാണ്. ഇപ്പം ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഒരു യാചന പക്ഷേ ഒരു 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 കൂട്ടിക്കെട്ടുള്ള യാചനയാണ്. ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾ ക്ഷമിക്കണമേ എന്നൊറ്റ യാചന മതിയായിരുന്നു കൃത്യ യാചന ആകണമെങ്കിൽ. പക്ഷെ അങ്ങനെ പറഞ്ഞ് നിർത്താനായിട്ട് അല്ല ഈശോ തയ്യാറാകുന്നത്. അതിന് വ്യവസ്ഥ കൂടി ചേർത്തിരിക്കുകയാണ്. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന്. നമുക്കൊരു അല്പസമയം എടുത്ത് ഈ ഒരു കാര്യം കാണേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ ഒരു ചിന്ത, ദൈവത്തിൻ്റെ പക്കൽ നിന്നും പാപമോചനം പ്രാപിക്കാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്, നമുക്ക് അതിലേക്ക് വരണം. അങ്ങനെയുള്ളൊരു ആവശ്യം നമ്മൾ അന്വേഷിക്കുമ്പോൾ, തേടുമ്പോൾ, യാചിക്കുമ്പം നമ്മുടെ സഹോദരങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ചെങ്കിലേ പറ്റുള്ളൂ. ഏതൊരു പാപത്തിനും 2 മാനങ്ങളുണ്ട് എന്നുള്ള ഒന്നാമത്തെ ഒരു ചിന്ത ഇവിടെ നമ്മൾ കാണേണ്ടത്. ഏതൊരു പാപവും ഒരേ സമയം സ്വർഗത്തിനെതിരെയും സഹോദരങ്ങൾക്കെതിരെയുമാണ്. ധൂർത്തപുത്രൻ്റെ ഉപമ നമ്മൾ വായിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 15ാമത്തെ അധ്യായത്തിലാണല്ലോ. അവിടെ ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ അവൻ പറഞ്ഞുകൊണ്ട് തന്നെ വരുന്നത് സ്വർഗത്തിനെതിരായും അപ്പം അങ്ങയുടെ മുൻപിലും ഞാൻ തെറ്റ് ചെയ്തു എന്ന് ഞാൻ അപ്പോഴോട് ഏറ്റു പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ വരുന്നു. അങ്ങനെയാണ് അവൻ മുട്ടുകുത്തി ഏറ്റു പറയുന്നത്. അപ്പം സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ തെറ്റ് ചെയ്തു എന്ന് ക്ഷമിക്കണമേ. പുത്രനെ വിളിക്കപ്പെടാൻ യോഗ്യനല്ല. അപ്പോൾ ഒരു പാപത്തിൻ്റെ ഒറ്റ പ്രവൃത്തി ഒരേ സമയം സ്വർഗത്തിനെതിരെയും സഹോദരങ്ങൾക്കെതിരെയുമാണ്. പഴയ നിയമത്തില് സാമുവേലിന്റെ 2ാം പുസ്തകത്തില് 12ാമത്തെ അധ്യായത്തില് 14ാമത്തെ തിരുവചനത്തില് ദാവീദിന്റെ പാപം, 2 പാപം ഉണ്ടാകും നമുക്കറിയാമല്ലോ. 11ാമത്തില് വായിക്കുന്നത് ബത്ശേബയുമായുള്ള വ്യഭിചാരം, പിന്നീട് ബത്ശേബയുടെ ഭർത്താവ് ഊറിയായെ യുദ്ധത്തിന് കൊല്ലിക്കുന്നു. അതെല്ലാം മൂടി വെച്ച് ദാവീദ് നീങ്ങുന്നു. അപ്പോൾ 12ാമത്തെ അധ്യായത്തിൽ നാഥാൻ വന്നുകൊണ്ട് ദാവീദിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ശക്തമായിട്ട് താക്കീത് സംസാരിക്കുന്നു. അത് കേൾക്കുമ്പോഴേക്കും ദാവീദ് അനുദപിച്ച് തൻ്റെ പാവം ഏറ്റു പറയുകയാണ്. തെറ്റിപ്പോയി ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് അനുദപിച്ചു. ഉടനെ നാഥാൻ പറയുകയാണ്, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. എപ്പോഴൊക്കെ അനുദപിക്കുന്നു അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ ക്ഷമ നോക്കിയിട്ട് കഴിയും. പക്ഷേ തുറന്ന് 14ാം വാക്യത്തിൽ നാഥാൻ പറയുകയാണ്, പക്ഷേ ഈ പ്രവൃത്തി കൊണ്ട് നീ ദൈവത്തെ, കർത്താവിനെ അവഹേളിച്ചതിനാൽ നിന്റെ കുഞ്ഞ് മരിച്ചു പോകും എന്ന് പറയുകയാണ്. അപ്പൊ ദാവീദിന്റെ ആ പ്രവൃത്തിയുടെ 2 തലങ്ങൾ ശ്രദ്ധിച്ചോ. നാഥാന്റെ വാക്കുകൾ പറയുകയാണ്, ആ പാപത്തിന്റെ പ്രവൃത്തി വഴി ദൈവത്തിന്റെ നാമത്തെ, കർത്താവിനെ അവഹേളിച്ചു. ദൈവത്തിന്റെ നാമം അവഹേളിതമായി. നമ്മൾ കാണുകയുണ്ടായി, ദൈവത്തിന്റെ നാമം അവഹേളിതമാകുന്നിടത്താണ് സകല തകർച്ചയും സാത്താൻ കൊണ്ടുവന്നത്. ഹാവയുടെ പക്കൽ ഓർമ്മിക്കുന്നുണ്ടല്ലോ, അങ്ങയുടെ നാം പൂജിതമാകണമേ എന്നുള്ള യാചന എന്തുകൊണ്ടാണ് ഒന്നാമത് വന്നിരിക്കുന്നത് നമ്മളൊരു മനസ്സിലാക്കിയെടുക്കുകയായിരുന്നു. ദൈവത്തിന് നാം പൂജിതമാകണം. ഇവിടെ നാഥാൻ പറയാണ്, നീ ദൈവത്തിന്റെ നാമത്തെ അവഹേളിതമാക്കി ഈ പ്രവൃത്തി ചെയ്യുക വഴിയായിട്ട്. ദൈവത്തിന്റെ അഭിഷേകം സ്വീകരിച്ച് ദൈവത്തിന്റെ ആത്മ കൂടെയുള്ള വ്യക്തിയായിരുന്നു ദാവീദ്.
സാമൂഹ്യയുടെ 1-ാം പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ദൈവമായ കർത്താവ് അവൻ്റെ കൂടെ ഉണ്ട് എന്ന് കൊട്ടാരത്തിലെ ഭൃത്യന്മാർ സാമൂഹ്യന് പറയുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ ചൈതന്യമുള്ള സാമൂഹ്യം വന്ന് തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത ആത്മാവിൻ്റെ ആവാസം കിട്ടി. അങ്ങനെ ദൈവത്തിൻ്റെ നാം വഹിക്കുന്ന ദാവീദ് ഈ തിന്മകൾ അറിഞ്ഞുകൊണ്ട് ചെയ്തപ്പം അതുവഴിയായിട്ട് കർത്താവിൻ്റെ പദ്ധതികളാണ് അവിടെ താറുമാറാക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ നാമമാണ് അവിടെ നിന്ദിക്കപ്പെട്ടത്. നാഥാൻ പറയുകയാണ്, ഏതൊരു പാപവും ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറുന്നതിന് തടസ്സമാണ്. നമ്മൾ 1-ാം ഭാഗത്ത് കണ്ട 3-ാമത്തെ അതല്ലേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അപ്പോൾ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകേണ്ട ദൈവത്തിൻ്റെ തിരുമനസ് ഭൂമിയിലാകാതെ ദാവീദ് തൻ്റെ ഉള്ളത്തിൽ അതിനെ കെടുത്തിക്കളഞ്ഞു. ഉറിയായുടെ ജീവിതത്തിൽ, ഉറിയായുടെ കുടുംബത്തിൽ, ഉറിയായുടെ ഭാര്യ ബേശയുടെ ജീവിതത്തിൽ എല്ലാം ദൈവത്തിൻ്റെ പദ്ധതി താറുമാറാക്കി. ഇപ്പം ദൈവത്തിനെതിരെയുള്ള ഒരു പ്രവൃത്തി ആണത്. അതോടൊപ്പം തന്നെ അതിൻ്റെ ദുരന്ത ഫലങ്ങൾ ദാവീദിന് മാത്രമല്ല, കുഞ്ഞു മരിച്ചു പോകുമെന്ന് പറയുന്നു. ദാവീദ് 7 ദിവസം നിലത്ത് കിടന്ന് ഉപവാസം എടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷെ എന്നിട്ടും ആ കുഞ്ഞിന് രോഗം പിടിപെട്ട് മരിക്കുകയാണ്. ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന് മാത്രമല്ല, പിന്നെ മരിക്കാതെ ദാവീദിന് ഉള്ള കുഞ്ഞുങ്ങൾ വേറെയുണ്ട്. അമ്നോനും അബ്സലോമും താമാറും സോളമനും ഒക്കെ അങ്ങനെ പേര് പറയുന്ന ദാവീദിൻ്റെ മക്കളെക്കുറിച്ച് തുറന്നിട്ട് അദ്ദേഹം വായിക്കാൻ പറ്റും. പക്ഷെ അവിടെയൊക്കെ ലൈഫ് പിന്നെ കാണുന്ന കുറേ താളതെറ്റിലുണ്ടാവുകയാണ്. നാഥൻ താക്കീത് കൊടുത്ത് പറഞ്ഞതുപോലെ, നീ 2 പാപം അറിഞ്ഞുകൊണ്ട് ചെയ്തു, 5-ാം പ്രമാണ ലംഘനവും 6-ാം പ്രമാണ ലംഘനവും. അതുകൊണ്ട് ഈ 2 പ്രമാണങ്ങളുടെ മേഖലയിൽ വലിയ ദുരന്തങ്ങൾ തന്നെ നിന്റെ കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടാവും. അതാണ് പിന്നെ നമ്മൾ 2 സാമുവേൽ 13 അധ്യായങ്ങൾ കാണുന്നത്. ദാവീദിന്റെ കുടുംബത്തിൽ രക്തച്ചൊരിച്ചിലുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് സംഭവിക്കുന്നു. ലൈംഗിക വൃത്തികേടുകളും പാപങ്ങളും വീണ്ടും വീണ്ടും ഉണ്ടാവുകയാണ്. അപ്പൊ ദാവീദിന്റെ ഒറ്റ പാപത്തിന്റെ 2 മാനങ്ങൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുകയാണ്. യോശുവയുടെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ ആയിപ്പട്ടണം നശിപ്പിക്കാനായിട്ട് ജോഷുവ ഒരു 3000 പേരെ അയക്കുന്നതായിട്ട് കാണാൻ പറ്റും. ജെറിക്കോ കീഴ്പ്പെടുത്തലിന് ശേഷമാണ്. ജെറിക്കോയുടെ പതനമാണ് ജോഷുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ. അത് വലിയൊരു പട്ടണം, വലിയ കോട്ട കെട്ടി സംരക്ഷിതമാക്കിയ പട്ടണം. പക്ഷെ അത് പരാജയപ്പെടുത്തി തകർത്തു. അതൊരു വലിയ ആത്മവിശ്വാസം ഇവർക്കുണ്ടായി. പിന്നീട് അവർ ഉന്നം വെക്കുന്ന ഒരു പട്ടണമാണ് ആയി പട്ടണം. അതൊരു ചെറിയ പട്ടണമാണ്. ജോഷുവ പറഞ്ഞു 3000 പേര് പോയാൽ മതി, നിങ്ങൾക്ക് അവിടെ തോൽപ്പിക്കാൻ പറ്റും. അങ്ങനെ വിട്ടു. പക്ഷേ അവിടെ വിജയിച്ചില്ല. ഇവര് കുറേ അധികം പേരെ ആയി നിവാസികൾ വാളിനിരയാക്കി. ഇവർ പേടിച്ചോടി തിരിച്ചു വരേണ്ടി വന്നു. അപ്പൊ ഇത്രയും ചെറിയൊരു പട്ടണത്തിൽ ഇത്ര വലിയ പരാജയം എങ്ങനെയുണ്ടായി? തൊട്ടു മുമ്പ് വലിയൊരു നഗരത്തെ വിജയിപ്പിച്ചതിന്റെ കരുത്ത് നീക്കുകയാണ്. ഇതേക്കുറിച്ച് ജോഷുവ തമ്പുരാൻ്റെ ഒരു നൊന്ത് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾ ഒരാൾ തെറ്റ് ചെയ്തു, ജെറിക്കോ കീഴ്പ്പെടുത്തിയപ്പോൾ അവിടെ നിന്ന് ഒന്നും എടുക്കരുത് ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ വചനം അനുസരിക്കാതെ ഒരാള് കള്ളത്തരം കാണിച്ചുകൊണ്ട് നിശ്ചിത വസ്തുക്കൾ സ്വന്തമാക്കി കൂടാർത്തി വെച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ സാധനം നിങ്ങളുടെ കൂടെ ഇല്ല, അതുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെട്ടത്. ഉടനെ ജോഷുവ അത് ആരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജനം മുഴുവനെയും ഗോത്രമായിട്ട് കുലമായിട്ട് കുടുംബമായിട്ട് അങ്ങ് നിർത്തി കുറിയിട്ട് ദൈവത്തോട് ചോദിച്ചിട്ട് അവസാനം ആഖാൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനെയാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ആഖാൻ ചോദിക്കുമ്പോൾ ആഖാൻ ഉള്ളത് പറയും, ഞാൻ മോഹം തോന്നി കുറച്ച് വസ്തുക്കൾ അവിടെ കൊള്ള വസ്തുക്കൾ, അപ്പോൾ അത് എടുത്ത് ഞാൻ രഹസ്യമായിട്ട് എടുത്ത് ഞാനത് ആരും കാണാൻ കൂടാരത്തിൽ അകത്തെ മുറിയിൽ അത് മണ്ണിനാട് മൂടി കുഴിച്ചിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഉടനെ ഇവർ പോയി ആ സാധനം പൊക്കിയെടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ആഖാനെയും ഭാര്യയും കുഞ്ഞുങ്ങളെയും വസ്തുക്കളെ മുഴുവനെയും ആ ഒരു ആഘോര താഴ്വരെ കൊണ്ടുപോയിട്ട് കല്ലെറിഞ്ഞ് കല്ലുകൊണ്ട് കൂമ്പാരം കൂട്ടി മൂടിക്കളയുകയാണ്. അപ്പം ഇത് ഒരു പഴയ സംഭവമാണ്. അവിടെ ആഖാൻ എന്ന ഒരു വ്യക്തി സ്വകാര്യമായി ചെയ്ത ഒരു പാപം, ആ പാപത്തിൻ്റെ ഭവിഷ്യത്ത് പക്ഷേ ജനതയ്ക്ക് മുഴുവനും ഉണ്ടായി. ആ പാപത്തിൻ്റെ ഭവിഷ്യത്ത് പക്ഷേ ഇസ്രായേൽ മൊത്തമാണ് ഉണ്ടാകുന്നത്. അനേകരും കൊല്ലപ്പെട്ടു. അതിന് കാരണം അന്വേഷിക്കുമ്പോൾ ദൈവം കൃത്യം വെളിപ്പെടുത്തി കൊടുക്കുകയുമാണ്. അവസാനം ആ പാപം തുടച്ചു നീക്കാനായിട്ട് അവർ അന്ന് ചെയ്തത് ആഖാനെ മാത്രമല്ല, ആഖാനെ കുടുംബം അത് വസ്തുക്കൾ മുഴുവനും അവിടെ ദൂരീകരിക്കുകയാണ്. അപ്പോൾ ഒരു പാപവും ഒരു വ്യക്തിയുടെ മാത്രം സ്വകാര്യമായൊരു പ്രവൃത്തിയായിട്ട് അവശേഷിക്കുന്നില്ല, അല്ലെ, അവസാനിക്കുന്നില്ല. അതിനൊരു സാർവത്രിക മാനം അതിനുണ്ട്. ആരും കാണാതെ ഒരു വിത്ത് ഒരാള് പറമ്പിൽ കുഴിച്ചിട്ടു, ആരും കാണാതെ.
പക്ഷെ ഇവര് സംഭവിക്കുന്ന എന്താണ്? എല്ലാവരുടെയും മുൻപിൽ ആ വിഷച്ചെടി വളർന്ന് വൃക്ഷമായിട്ട് വളർന്ന് പൂവിട്ട് കായ്ക്കാൻ തുടങ്ങും. എല്ലാവരുടെയും കാണുക, എല്ലാവരുടെയും മുൻപിലേക്ക് അതിന് വിഷക്കായ്കൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അനേക വർഷങ്ങൾ അതവിടെ നീക്കി കളയുന്നില്ല എങ്കിൽ എന്ന് പറഞ്ഞ് ദാവീദിന്റെ കാര്യം സംഭവിച്ചതല്ലേ. അദ്ദേഹം രഹസ്യമായിട്ട്, അതാ പറഞ്ഞ് രഹസ്യമായിട്ട് ചെയ്തു, പക്ഷെ പരസ്യമായിട്ട് ഇതിന്റെ കുടുംബത്തിൽ സംഭവിക്കും. അപ്പൊ ഏതൊരു പാപത്തിനും ഈ രണ്ട് മാനങ്ങളുണ്ട്. നമ്മുടെ ആദ്യ മാതാപിതാക്കളുടെ പാപം, അതോ അവിചിത പാപം, അതേപ്പറ്റി പഠിപ്പിക്കുന്നത് നമുക്കറിയാമല്ലോ. അതിന് ബാക്കിയായിട്ട് ഉണ്ടായ അധപതനമാണ് മനുഷ്യർക്ക് മുഴുവനെയും ഒരു പാപ അവസ്ഥയിലേക്ക് പെടുത്തിയത്. സഭയുടെ മതബോധന ഗ്രന്ഥം ഇതേക്കുറിച്ച് ഉത്ഭവ പാപത്തെക്കുറിച്ചുള്ള പ്രബോധനമായിട്ട് നൽകുന്നുണ്ട്. 388 മുതലുള്ള നമ്പറുകളിൽ സഭയുടെ മതബോധന ഗ്രന്ഥം ഇത് വായിക്കാൻ പറ്റുന്നുണ്ട്. അവിടെ ഉത്ഭവ പാപം കാതലായ ഒരു വിശ്വാസ സത്യം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് സഭ ആ പ്രബോധന ഭാഗം വിശദീകരിക്കാനായിട്ട് ആരംഭിക്കുന്നത് തന്നെ. ആദത്തിന്റെ ഹവ്വയുടെ പാവം എങ്ങനെയാണ് അവന്റെ സർവ്വ മനുഷ്യന്റെ പാവമായിട്ട് തീർന്നത് എന്നൊക്കെ അവിടെ ആ 404, 405 ഖണ്ഡികൾ സഭ വിശദമായിട്ട് പങ്കുവെച്ച് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ വ്യക്തിയുടെ പാപം, ഹവ്വ ആദം അല്ലെ ഒറ്റ മാതാപിതാക്കളുടെ പാപം മനുഷ്യർക്ക് മുഴുവൻ്റെ അവസ്ഥയെ ആതപ്പതിച്ചു. അപ്പോൾ ഓരോ വ്യക്തികളുടെയും പാപം ഇതിന്റെ ഫലമായിട്ടൊരു പാപ അവസ്ഥ, പാപത്തിന്റെ ഒരു അന്തരീക്ഷം, പാപത്തിന്റെ ആതപ്പതിച്ചൊരു അന്തരീക്ഷം ആ വ്യക്തിക്ക് മാത്രമല്ല ബന്ധപ്പെട്ട കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും ഇതിലും മനുഷ്യർക്ക് മുഴുവൻ, ലോകത്തിന് മുഴുവനും ഉണ്ടാക്കുന്നുണ്ട്. സഭയുടെ മതപരങ്ങളെ പറയുന്നത് ഈ ആദ്യ മാതാപിതാക്കളുടെ പാപം അത് ഉത്ഭവ പാപമായിട്ട് തലമുറകൾ കടന്നു വരുന്നു. ആ തലമുറയിലുള്ള പൂർവികരുടെ പാപങ്ങളും കൂടെ ചേർന്ന് പിന്നെ സകലരുടെയും വ്യക്തിപരമായ പാപങ്ങളും ചേർന്ന് ലോകത്തിന് മുഴുവനും ഒരു പാപ അവസ്ഥ വരുത്തിയിരിക്കുന്നു. ഈ പാപാവസ്ഥയാണ് യോഹന്നാൻ സുവിശേഷകൻ സ്ഥാപകന്റെ വാക്കുകളിൽ ലോകത്തിന്റെ പാപം നീക്കും ദൈവത്തിന്റെ കുഞ്ഞാട് എന്നുള്ള പരാമർശനത്തിൽ ആ ലോകത്തിന്റെ പാപം എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് രണ്ട് കാര്യങ്ങളാണുള്ളത്. ലോകത്തിന് മുഴുവൻ പാപാവസ്ഥ വന്നിരിക്കുന്നു. അത് വന്നത് എങ്ങനെയാണ്? ഈ ആദ്യ മാതാപിതാക്കളുടെ പാപം, പിന്നെയുള്ള സകല മാതാപിതാക്കളുടെ പാപങ്ങളും ഓരോരുത്തരും വ്യക്തിപരമായ പാപങ്ങളും ചേർന്ന് അവർക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവനും പാപാവസ്ഥ വന്നിരിക്കുന്നു. അതിനെ നീക്കാൻ പറ്റും ഈശ്വര ബലിക്ക്. അത് നീക്കുന്ന ഈശ്വര ബലിയാണ് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ ഈശ്വര ബലിയായിട്ട് യോഹന്നാൻ സ്നാപകൻ അവതരിപ്പിക്കുന്നത്. നമ്മുടെ കുമ്പസാരത്തിലേക്ക് നോക്കുമ്പോഴും കുമ്പസാരത്തിന്റെ ഏറ്റവും വലിയ കരുത്തും ഇവിടെ നമുക്ക് ദർശിക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞ പാപം ഒരേ സമയം സ്വർഗത്തിനെതിരെയും സഹോദരക്കെതിരെയുള്ള പ്രവൃത്തിയാണ്. അവിടെ രണ്ട് മാനങ്ങൾ വന്നിരിക്കുന്നത്. കുമ്പസാരത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പാപം ഏറ്റുപറയുന്നത് ഒരേ സമയം ദൈവത്തോടും ഒപ്പം ഒരു പച്ചയായ നമ്മുടെ തന്നെ ഒരു സഹോദര വ്യക്തിയോടുമാണ്. ദൈവത്തോട് സഹോദരോട് ഏറ്റുപറയുകയാണ്. ഒറ്റ ഏറ്റുപറച്ചിട്ടുണ്ട്. ആ വൈദികൻ കുമ്പസാരക്കൂട്ടി ഇരുന്നുകൊണ്ട് ആ പാപൻ ആശീർവാദം നൽകുമ്പോൾ ആ ആശീർവാദം ഒരേ സമയം സ്വർഗം നമ്മൾ ക്ഷമിക്കുന്നതിൻ്റെയും നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും ക്ഷമിക്കുന്നതിൻ്റെ അടയാളമാണ്. സഹോദരൻ എല്ലാവരുടെയും പ്രതിനിധിയാണ് ആ വൈദികൻ. ആ പാപത്തിന് ആശ്വരം വഴി നമുക്ക് രണ്ട് തരത്തിലുള്ള മോചനമാണ് കിട്ടുന്നത്. അവിടെ കുമ്പസാരത്തിൻ്റെ അനുഭവത്തിലൂടെ ആത്മാർത്ഥമായിട്ടുള്ള ചേർക്കുമ്പോൾ, കടന്നു പോകുമ്പോൾ നമുക്ക് സമ്പൂർണമായ പാപമോചന അനുഭവം തിരികെ വരാനായിട്ട് സാധിക്കുക. പക്ഷേ അങ്ങോട്ട് സഹോദരങ്ങളെ, ഈ ഒരു അഞ്ചാമത്തെ യാതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈശോ അത് ഇങ്ങനെ ഒന്ന് കൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നുള്ളത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം. അതിൻ്റെ ഒന്നാമത്തെ ഒരു ചിന്ത ഇപ്പം നമ്മൾ എടുത്തു. ഏതൊരു പാപത്തിനും ഈ രണ്ട് മാനങ്ങളുണ്ട്. സ്വർഗത്തിനെതിരെ സഹോദരനെതിരെ ഉള്ളതാണ് എന്നുള്ളത് നമുക്കത് മനസ്സൂക്ഷിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേശമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.